ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സോനു ടിപ്സ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് അറേബ്യൻ സ്റ്റൈലിൽ എങ്ങനെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഫിഷ് ഫ്രൈ എങ്ങനെ അറേബ്യൻ സ്റ്റൈൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ മുറിച്ച് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മീൻ എടുക്കുക. ഞാനിവിടെ ആമൂറാണ് എടുത്തിട്ടുള്ളത്. വലിയ മീൻ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ഉപ്പ് മാത്രം പുരട്ടി ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമ്മളൊന്ന് മാറ്റി വെക്കുക. ഉപ്പ് മാത്രം പുരട്ടിയാൽ മതിയാവും, വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. ഉപ്പ് മാത്രം പുരട്ടി ഒന്ന് 5 മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കുക. 5 മിനിറ്റ് സമയത്തിന് ശേഷം ഒരു പാനിലേക്ക് മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടിഭാഗം മൊരിഞ്ഞു വന്നെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഓയിൽ നന്നായി മുങ്ങിക്കിടന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ശേഷം 2 ഭാഗവും മൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫിഷ് ഫ്രൈ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്കുള്ള മസാലകൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനു വേണ്ടി ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചതാണ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, നുള്ള് ഗരമസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള കരിയെള്ളും വെളുത്തുള്ളും ആണിത്. ഇതാണ് ഇതിനെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ആ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന അറേബ്യൻ ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.